ഹലോ പോസിറ്റീവ് സോൾസ്, വെൽക്കം ടു സ്പിരിച്വൽ ഹീലിംഗ് ഡയറക്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കുന്നത് കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ളതാണ്. സോ ഫസ്റ്റ് കാർഡ് വന്നിട്ട് എംപ്രസ്, 3 ഓഫ് കപ്സ് എനർജിയാണ്. മൂൺ കാർഡ്, 7 ഓഫ് കപ്സ്, വേൾഡ് കാർഡ് ആൻഡ് ഏസ് ഓഫ് വാൻഡ്സ്. വളരെ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ആ വ്യക്തിയുടെ ഫീലിങ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ വളരെ പോസിറ്റീവായി ഔട്ട് ഓഫ് ദ വേൾഡ് എനർജിയാണ്. അതായത് വളരെ പോസിറ്റീവായിട്ട് ഹാപ്പി പോസിറ്റീവ് എനർജിയാണ്. ഓൺ ദ 9th ക്ലൗഡ് എന്നൊക്കെ പറയുന്ന പോലെ എനർജിയാണ്. അത് വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. നിങ്ങളിപ്പോൾ റിലേഷൻഷിപ്പിലുള്ളൊരു വ്യക്തിയാണ്, നിങ്ങൾ തമ്മിൽ ബ്രേക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ വ്യക്തിയുടെ ഇപ്പോഴത്തെ ചിന്തകളും കാര്യങ്ങളും ഫീലിങ്സുമാണ് നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എങ്കിൽ വേൾഡ് കാർഡ് ആൻഡ് എംപ്രസ് എനർജി, ആ വ്യക്തി വളരെയധികം ഹാപ്പിയാണ്. നിങ്ങളിലേക്കൊരു തിരിച്ചുവരവോ ഒരു റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നു എന്നുള്ളൊരു ചിന്തയാണെങ്കിൽ അത് ആ ഒരു വ്യക്തി മൂവ് ഓൺ ചെയ്തിട്ടുണ്ട് ലൈഫിൽ. നിങ്ങളും ലൈഫിൽ മുന്നോട്ടേക്ക് മൂവ് ഓൺ ചെയ്യുക എന്നുള്ളൊരു മെസ്സേജാണ് ഇതിവിടെ തരുന്നത്. 3 ഓഫ് കപ്സ് ആൻഡ് 7 ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ഇനി നിങ്ങൾ നല്ലൊരു ബന്ധത്തിലുള്ള വ്യക്തികളാണെങ്കിൽ, നല്ല കണക്ഷൻസ് ആ വ്യക്തിയുമായിട്ടുണ്ടെങ്കിൽ, ആ വ്യക്തി നിങ്ങളെക്കുറിച്ചിട്ട് വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. പ്രണയത്തിലായിട്ടുള്ളവരാണെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യാനായിട്ട് ചിന്തിക്കുന്നുണ്ട്, മാരേജിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഇതൊരു നല്ലൊരു പോസിറ്റീവായിട്ടുള്ള റിലേഷൻഷിപ്പും നിങ്ങളുമായിട്ടൊരു നല്ല ജീവിതം തുടങ്ങാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇൻ ജനറലി പറയുകയാണെങ്കിൽ 3 ഓഫ് കപ്സ് ആൻഡ് ഏസ് ഓഫ് വാൻഡ്സ് എനർജിയാണ്. നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം പോസിറ്റിവിറ്റി, വളരെയധികം സാധ്യതകൾ ഭാവിയിൽ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടൊരു പല കാര്യങ്ങളും നിങ്ങളുടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങൾ പല കാര്യങ്ങളും തുടങ്ങി വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് പുതിയ എന്തോ കാര്യം ജീവിതത്തിൽ മറ്റുള്ളവർ ഇതുവരെ ചെയ്യാത്തതോ കേൾക്കാത്തതോ ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പിലോ അല്ലെങ്കിൽ ഒരു വ്യക്തി നിങ്ങളോടുള്ള ഫീലിങ്സിനെ കുറിച്ചിട്ടോ പറയുമ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിൽ നിങ്ങളോട് തോന്നുന്ന വളരെയധികം ബഹുമാനമാണ്. നിങ്ങൾ ചിലപ്പോൾ വിദ്യാഭ്യാസപരമായിട്ട് വളരെയധികം ഉയർന്നു നിൽക്കുന്നത് കൊണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പുസ്തകങ്ങളോട് അല്ലെങ്കിൽ വായനയോട്, അതായത് കാര്യങ്ങൾ അറിയാൻ പഠിക്കാൻ വളരെ താല്പര്യമുള്ള വ്യക്തിയാണ് എന്നുള്ളൊരു ചിന്ത നിങ്ങളെക്കുറിച്ച് ആ വ്യക്തിക്ക് ഉണ്ടാവാം. അതേപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിലുള്ള ക്യൂരിയോസിറ്റി, ഇപ്പോൾ എന്തൊരു കാര്യമാണെങ്കിൽ പോലും നിങ്ങളത് എന്താണത്, എന്തുകൊണ്ടാണത്, എങ്ങനെയാണ്, എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് ഒത്തിരി ഭയങ്കരമായിട്ടുള്ളൊരു ജിജ്ഞാസ കൂടുതലാണ്. അത് ആ വ്യക്തി എപ്പോഴും നിങ്ങളെ വളരെ കൗതുകത്തോടെ നോക്കുന്ന, വളരെ ബഹുമാനത്തോടെ നോക്കുന്ന ഒരു കാര്യം അതാണ്. കാരണം നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കൗതുകം, കാര്യങ്ങൾ അറിയാനുള്ളത്. അപ്പോൾ ആ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ഫീലിംഗ് എന്ന് പറയുന്നത് അതാണ്. അത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഫീലിംഗ് ആണ്. അതേപോലെ മൂൺ കാർഡ് ആൻഡ് വേൾഡ് എനർജിയാണ്. ഈ ഒരു എനർജി കണക്ഷൻ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഈ ഒരു വ്യക്തിയും നിങ്ങളും തമ്മിൽ ചിലപ്പോൾ ഒരിക്കലൊരു പ്രശ്നം, എന്തെങ്കിലും വഴക്കോ പ്രശ്നങ്ങളോ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഇതിനു മുമ്പൊരു പ്രശ്നം ബ്രേക്കപ്പ് ആയിട്ടുള്ളവരാണ്, വീണ്ടും കൂടിച്ചേർന്നവരാണ് എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഡിവോഴ്സിൻ്റെ വക്കിലെത്തി നിന്നിട്ട് തിരിച്ച് ജീവിതത്തിലേക്ക് വന്നവരാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ഭയം കാണുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ ഒരു വ്യക്തതക്കുറവ്, ഒരു ക്ലാരിറ്റി നിങ്ങളെക്കുറിച്ച് ചിലപ്പോൾ ഉണ്ടായേക്കും. കാരണം നിങ്ങൾ എന്താണ് ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ശരിക്കും ഈ ഒരു റിലേഷൻഷിപ്പിൽ ലൈഫ് ലോങ് ഉണ്ടാകുമോ എന്നുള്ളൊരു ചിന്ത ആയിരിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ക്ലാരിറ്റി കുറവാണ്. അതായത് ആ വ്യക്തി നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ വ്യക്തിയോടൊപ്പം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വ്യക്തി, അങ്ങനെയൊരു ബന്ധമാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കൂടെ ജീവിതയാത്രയിൽ മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകണം എന്നുള്ളൊരു ചിന്ത, വളരെ ഫ്രീ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളൊരു ചിന്ത ആ വ്യക്തിയിൽ ഉണ്ട്. അപ്പോൾ ഒത്തിരി യാത്രകൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും, സാഹസികമായിട്ടുള്ള കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടാവും, വളരെ ഫ്രീ സ്പിരിറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ളതും. എന്തൊരു കാര്യമാണെങ്കിലും നമുക്ക് അത് ചെയ്യാം, ഇത് ചെയ്യാമെന്ന് പറയുമ്പോൾ ഏതൊരു കാര്യം ചെയ്യാനും വളരെ പാഷനേറ്റ് ആയിട്ട്, വളരെ എല്ലാത്തിനും ഒരു ക്യൂരിയോസിറ്റിയോട് കൂടി നോക്കി കാണുന്ന ഒരു കൊച്ചു കാര്യമാണെങ്കിൽ അത് എന്താണ്, എങ്ങനെയാണ് എന്ന് പറയുന്ന നിങ്ങളുടെ ആ ഒരു കുട്ടികളുടേതായ പോലെയുള്ള എല്ലാ കാര്യത്തിനോടുള്ള കൗതുകം ആ വ്യക്തിക്ക് വളരെയധികം നിങ്ങളെ ആകർഷണീയമാക്കി തോന്നുന്ന ഒരു കാര്യമായിരിക്കും. ബാഹ്യമായിട്ടുള്ളൊരു സൗന്ദര്യം, ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ വാക്കുകൾ, നിങ്ങളുടെ കൊച്ചു കാര്യങ്ങളോടുള്ള നിങ്ങളുടെ ക്യൂരിയോസിറ്റിയും, അല്ലെങ്കിൽ നിങ്ങൾ മെറ്റീരിയൽ തിങ്സിനോടുള്ള താല്പര്യക്കുറവ്, അതിന് പകരം കൊച്ചു കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ചെറിയ ഗിഫ്റ്റ്സ് നിങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുകയാണെങ്കിൽ 3 ഓഫ് കപ്സ് ആൻഡ്
7 ഓഫ് കപ്സ് എനർജിയാണ്. ഒരു സമ്മാനമാണെങ്കിൽ കൂടിയും വലിയ വില കൂടിയ സമ്മാനത്തെക്കാൾ കൂടുതൽ സ്വന്തം കൈകൊണ്ട് ചെയ്തിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ, അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ആണെങ്കിൽ ഇപ്പോൾ ബർത്ത്ഡേ കേക്ക് ആയിട്ട് ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ക്രാഫ്റ്റ് ആയിട്ട് ചെയ്ത് സ്വയം ചെയ്ത കാര്യങ്ങൾ, അതായത് ഒരു ഡയമണ്ട് റിങ്, അതിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ സ്വയം അങ്ങനെ ചെയ്ത കാര്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളത് നിങ്ങളോടുള്ളൊരു താല്പര്യം ഈ വ്യക്തിയിൽ കൂടുതലായിട്ട് ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ വളരെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളൊരു ചിന്തയും ഈ വ്യക്തിയിൽ നിങ്ങളോടുള്ള താല്പര്യം, അതായത് നിങ്ങൾ എന്തൊരു കാര്യത്തെയും ക്രിയേറ്റീവായിട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു ചിന്തയും കാണിക്കുന്നുണ്ട്. എന്ത് കാര്യമാണെങ്കിലും നിങ്ങളത് അതിനെ ഒരു കുഞ്ഞു കാര്യമാണെങ്കിൽ പോലും അത് ക്രിയേറ്റീവായിട്ട് അതിലൊരു ക്രിയേറ്റിവിറ്റി കൊണ്ടുവരുവാൻ നിങ്ങൾ എപ്പോഴും ശ്രമിക്കുന്നു എന്നുള്ളത് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ആകർഷണീയത കൂട്ടുന്ന മറ്റൊരു കാര്യം കൂടിയിട്ടാണ് എന്നുള്ളതും സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള കറൻറ്റ് ഫീലിങ്സുമായിട്ടുള്ള കാര്യം പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.